Next type of grading of cable is intersheath grading. So നേരത്തെ നമ്മൾ കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് പഠിച്ചാണ്. കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൽ ഒരു കോമ്പസിറ്റ് ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പസിറ്റ് ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പെർമിറ്റിവിറ്റി ആയിരിക്കും. എപ്സിലോൺ 1, എപ്സിലോൺ 2, എപ്സിലോൺ 3 അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണ് കോറിനും ഇൻ്റർഷീത്തിനും ഇടയ്ക്ക് ഡിഫറെൻറ്റ് ഡയലക്ട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ്റർഷീത്ത് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോമോജീനിയസ് ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹോമോജീനിയസ് ഡയലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു എപ്സിലോൺ വാല്യൂ ഉള്ളൂ. ഒരു സെയിം ആയിട്ടുള്ളൊരു ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉള്ള ഇൻസുലേറ്റർ ആണ് ത്രൂ ഔട്ട് ദ കേബിൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വേരിയസ് ലെയേഴ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റാലിക് ഇൻ്റർഷീത്ത് വെച്ചിട്ട് ഈ ഹോമോജീനിയസ് ഡയലക്ട്രിക്കിനെ തന്നെ ഡിഫറെൻറ്റ് ലെയർ ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് മെത്തേഡ് ഓഫ് കേബിൾ ഗ്രേഡിംഗ് എ ഹോമോജീനിയസ് ഡയലക്ട്രിക് ഈസ് യൂസ്ഡ് ബട്ട് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ലെയേഴ്സ് by placing metallic intersheaths between the core and lead sheath. So ഈ ഓരോ ലെയറും ഓരോ പൊട്ടൻഷ്യലിലായിരിക്കും ഉണ്ടായിരിക്കുക. The intersheaths are held at suitable potentials which are in between the core potential and the earth potential. So ഈ ഇൻ്റർഷീത്ത് ഗ്രേഡിംഗ് ചെയ്യുന്നത് നമുക്ക് യൂണിഫോം ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇൻ്റർഷീത്ത് ഗ്രേഡിംഗ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷനും ഇംപ്രൂവ് ചെയ്യും ഈ ഇൻ്റർഷീത്ത് ഗ്രേഡിംഗ്. സോ ഇവിടുത്തെ ഫിഗർ വരുന്നത് സോ നേരത്തെ പോലെ ഡിഫറെൻറ്റ് എപ്സിലോൺ അല്ല ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നടുക്ക് കാണിച്ചിരിക്കുന്നത് കണ്ടക്ടറാണ്. ഔട്ടർമോസ്റ്റ് ലെയറിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിൽ വരുന്നത് ഇൻ്റർഷീത്ത് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ലെഡ് ഷീത്ത് ആണ്. സോ ഇൻ ബിറ്റ്വീൻ കോർ ആൻഡ് ലെഡ് ഷീത്ത് ഡിഫറെൻറ്റ് മെറ്റാലിക് ഷീറ്റ്സ് ആർ പ്രൊവൈഡഡ്. ഓക്കെ, സോ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇൻ്റർഷീത്ത് 1, ഇത് ഇൻ്റർഷീത്ത് 2. ഓക്കെ, സോ ഹോമോജീനിയസ് ഡയലക്ട്രിക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കോറിൻ്റെ ഡയമീറ്റർ സ്മോൾ ലെറ്റർ ഡി ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ ഔട്ടർ ലെഡ് ഷീത്തിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡി. സപ്പോസ് ദാറ്റ് ടു ഇൻ്റർഷീത്ത്സ് ഓഫ് ഡയമീറ്റർ D1 and D2 are inserted into the homogeneous dielectric and maintained at some fixed potential. ഓക്കെ, സോ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഇൻ്റർഷീത്തിനെ നമ്മൾ ഇൻ്റർഷീത്ത് 1 എന്ന് കൊടുത്തു. ഇനി രണ്ടാമത് ഇൻസേർട്ട് ചെയ്തത് ഇൻ്റർഷീത്ത് 2. ഓക്കെ, സോ ഇനി കോറും ഇൻ്റർഷീത്ത് 1ഉം അത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V1. ഓക്കെ, ഇനി ഇൻ്റർഷീത്ത് 1ഉം ഇൻ്റർഷീത്ത് 2ഉം തമ്മിലുള്ളത് V2. പിന്നെ ഇൻ്റർഷീത്ത് 2ഉം ഔട്ടർ ലെഡ് ഷീത്തും ആയിട്ടുള്ളത് V3. ഓക്കെ, സോ കോറും ഇൻ്റർഷീത്ത് 1ഉം ആയിട്ടുള്ളത് V1, ഇൻ്റർഷീത്ത് 1ഉം ഇൻ്റർഷീത്ത് 2 ആയിട്ടുള്ളത് V2, ഇൻ്റർഷീത്ത് 2ഉം ഇൻ്റർഷീത്ത് 3ഉം ആയിട്ടുള്ളത് V3. ഓക്കെ, സോ ഇവിടെ നമ്മൾ ജി മാക്സിൻ്റെ ഇക്വേഷൻ ഡയലക്ട്രിക് സ്ട്രെസ്സിൽ പഠിച്ചതാണ്. ജി മാക്സ് ഇസ് ഈക്വൽ ടു 2V ബൈ സ്മോൾ ലെറ്റർ ഡി ഇൻറ്റു ലോഗ് ഇ ഡി ബൈ ഡി. അതായിരുന്നു ജി മാക്സിൻ്റെ ഇക്വേഷൻ. ജി മാക്സ് ഇസ് ഈക്വൽ ടു 2V ബൈ സ്മോൾ ലെറ്റർ ഡി ഇൻറ്റു ലോഗ് ഇ ഡി ബൈ ഡി. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് G1 max, G2 max, G3 max എഴുതാം. ഓക്കെ, സോ G1 max എടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻ ബിറ്റ്വീൻ കോർ ആൻഡ് ഇൻ്റർഷീത്ത് 1ലുള്ള പൊട്ടൻഷ്യൽ വേണം എടുക്കാൻ. സോ V1 ഡിവൈഡഡ് ബൈ D ബൈ 2 ലോഗ് ഇ D1 ബൈ D. ഈ G2 max എഴുതുമ്പം V2. ഇനി അടുത്തത് സൈക്ലിക്കായിട്ട് എഴുതി പോവുക. ഡിക്ക് പകരം D1 ബൈ 2, ഇവിടെ D1 പകരം D2. ഓക്കെ, സോ അങ്ങനെ എഴുതി G1 max, G2 max, G3 max എഴുതി. ഓക്കെ, സോ ഇവിടെ ഡയലക്ട്രിക് ഹോമോജീനസ് ആയതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സ് ഓരോ ലെയറിലുള്ള സ്ട്രെസ്സും സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് G1 max ഇസ് ഈക്വൽ ടു G2 max ഇസ് ഈക്വൽ ടു G3 max എന്ന് എഴുതാം. സോ ഈ 3 ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു G max ഇസ് ഈക്വൽ ടു 2V ബൈ ഡി ലോഗ് ഇ സ്മോൾ ലെറ്റർ ഡി ബൈ ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. ആ 2വിനെ ഇവിടെ ഡിനോമിനേറ്റർ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സെയിം ഇക്വേഷൻ തന്നെയാണ്. സോ നമുക്ക് ഈ 3 ജി മാക്സ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ കോർ ആൻഡ് ഔട്ടർ മോസ്റ്റ് ലെഡ് ഷീത്ത് കിട്ടാൻ വേണ്ടി എല്ലാ പൊട്ടൻഷ്യലും തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കിട്ടും ബിറ്റ്വീൻ കോർ ആൻഡ് ഔട്ടർ മോസ്റ്റ് ലെഡ് ഷീത്ത്. സോ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർഷീത്ത് ഗ്രേഡിംഗ്. സോ there are complications in fixing the sheath potentials. പിന്നെ അത് കൂടാതെ ഈ ഔട്ടർമോസ്റ്റ് ലെഡ് ഷീത്തും ഈ കണ്ടക്ടറിനും ഇടയ്ക്കാണ് ഇൻ്റർഷീത്ത്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ്റർഷീത്ത് ഇങ്ങനെ വെക്കുമ്പം ആ കേബിൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒക്കെ
ഇൻ്റർ ഷീത്ത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ ഓരോ ലെയറും കപ്പാസിറ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം മെറ്റാലിക് ഷീത്താണ്. ഓക്കെ, സോ ഇത് മെറ്റലാണ്, നടുക്കുള്ളത് കോറാണ് അല്ലെങ്കിൽ കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, മെറ്റാലിക് ഷീത്തും ഈ ഇൻ്റർ ഷീത്തും നമ്മളൊരു സ്യൂട്ടബിൾ പൊട്ടൻഷ്യലിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ഈ കോറും ഇൻ്റർ ഷീത്ത് 1ഉം അവിടെ ഉള്ളത് ഇൻസുലേറ്റർ ആണ് അല്ലേ. അപ്പം ഇതൊരു കപ്പാസിറ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ടു കണ്ടക്ടിങ് പ്ലേറ്റ്സിൻ്റെ അത് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ, അതാണ് കപ്പാസിറ്റർ. സോ ഇവിടെ കപ്പാസിറ്റൻസ് എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ആ ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്ത് ലോസസ് കൂടുതലായിരിക്കും ഈ ഇൻ്റർ ഷീത്ത് ഗ്രേഡിങ്ങിൽ. സോ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻ്റർ ഷീത്ത് ഗ്രേഡിങ് ഇറ്റ് ഈസ് റെയർലി യൂസ്ഡ്. ഓക്കെ, സോ ഇത്രയാണ് ഗ്രേഡിങ് ഓഫ് കേബിൾസിൽ ഉള്ളത്. ഫസ്റ്റ് കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് ആയിരുന്നു, അടുത്തത് ഇൻ്റർ ഷീത്ത് ഗ്രേഡിംഗ്. കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൽ കോമ്പോസിറ്റ് ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് ഡയലക്ട്രിക് ഡിഫറെൻറ്റ് ലെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഹാവിങ് പെർമിറ്റിവിറ്റീസ് ε1, ε2, ε3. കണ്ടക്ടറിൻ്റെ ക്ലോസർ ആയിട്ട് വെക്കുന്ന ലെയറിൽ ഉള്ള എപ്സിലോൺ വാല്യൂ ആയിരിക്കും മാക്സിമം വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റർ ഷീത്ത് ഗ്രേഡിംഗ് ആണ്. ഇൻ്റർ ഷീത്ത് ഗ്രേഡിങ്ങിൽ ഹോമോജീനിയസ് ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഹോമോജീനിയസ് ഡയലക്ട്രിക് തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഇൻ്റർ ഷീത്ത് 1, ഇൻ്റർ ഷീത്ത് 2 അങ്ങനെ ഒരു മെറ്റാലിക് ഷീത്താണ് അവിടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഇത്രയാണ് ഗ്രേഡിംഗ് ഓഫ് കേബിൾസ്. താങ്ക് യു.